ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, എല്ലാ മഹത്വവും എല്ലാ ആരാധനയും എൻ്റെ യേശുവിന് മാത്രം. സ്തോത്രം. നമ്മൾ വചനം ശ്രദ്ധിക്കുമ്പോൾ സങ്കീർത്തനം 27:14, Psalm 27 വേഴ്സ് നമ്പർ 14 ഇങ്ങനെ പറയുന്നു, വെയിറ്റ് പേഷ്യൻ്റ്ലി ഫോർ ദ ലോർഡ്, ബി ബ്രേവ് ആൻഡ് കറേജിയസ്. യെസ്, വെയിറ്റ് പേഷ്യൻ്റ്ലി. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഈ വചനം നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പം സ്തോത്രം, നമ്മളൊരു ദൈവവചനം പറയുക, യെസ്, വെയിറ്റ് പേഷ്യൻ്റ്ലി ഫോർ ദി ലോർഡ്. ഹല്ലേലൂയ. ധൈര്യമായും ബലമുള്ളവരും ആയിട്ടിരിപ്പൻ. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. ഹല്ലേലൂയ. ടു വെയിറ്റ് പേഷ്യൻ്റ്ലി ഫോർ ദ ലോർഡ്. ദൈവം എന്ത് ചെയ്യുന്നു, ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും വേണ്ടി നമ്മൾ കാത്തിരുന്നേ പറ്റൂ. നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി നമ്മളൊക്കെ മിണ്ടാതെ മര്യാദയ്ക്ക് കാത്തിരിക്കും അല്ലേ. ഒരു 10 months എടുക്കും ആ കുഞ്ഞൊന്ന് ജനിച്ചു വീഴാൻ. പക്ഷേ ആ 10 months ആ അമ്മ എത്ര കാത്തായിരിക്കുന്നത്, അമ്മയുടെ കുടുംബം അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ അപ്പനും ആ കുഞ്ഞിൻ്റെ അമ്മയും കുഞ്ഞിൻ്റെ അപ്പനും കുഞ്ഞിൻ്റെ വീട്ടുകാരും എല്ലാവരും അതിപ്പം വരും. പക്ഷേ ആ കാത്തിരിപ്പ് എങ്ങനെയാണ്? വലിയ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. സങ്കടപ്പെട്ടു, ഷോ കുഞ്ഞ് ജനിച്ചില്ലല്ലോ ഇത്രയും ദിവസങ്ങളായിട്ട് എന്ന് പറഞ്ഞല്ല ഇരിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് കാത്തിരിക്കുന്നതിനോടൊപ്പം ഭയങ്കര എക്സ്പെക്റ്റേഷനോടെ, ഭയങ്കര സന്തോഷത്തോടെയാണ് കാത്തിരിക്കുന്നത്. എന്താ പറയും, ഇത്രാം തീയതി ഇന്ന സമയമാകുമ്പം അല്ലെങ്കിൽ ഇന്ന മാസമാകുമ്പം കുഞ്ഞ് ജനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കാത്തിരിക്കുക, കുഞ്ഞ് ജനിക്കാൻ വേണ്ടി കാത്തിരിക്കുക. ആരെങ്കിലും താടിക്ക് കൈ കൊടുത്ത് നിരാശപ്പെട്ട് സങ്കടപ്പെട്ടാണോ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ ഷോ ഇനി എന്നാണോ കുഞ്ഞ് ജനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണോ ഇരിക്കുന്നത്? ഒരിക്കലുമല്ല. ഭയങ്കര സന്തോഷത്തോടെ, ഭയങ്കര എക്സ്പെക്റ്റേഷനോടെ, ഭയങ്കര ആകാംക്ഷയോടെ, ഭയങ്കര ഒരു ആഹ്ലാദത്തിലുള്ള ഒരു കാത്തിരിപ്പ്. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഒരു 8-9 months ഒക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞിന് വേണ്ടത് ഇടാനുള്ള തുണികളും ഒക്കെ മേടിച്ച് വെക്കും. ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പം ഞങ്ങളുടെയൊക്കെ വീടുകളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ, അത് അശുഭമോ വല്ലതും സംഭവിക്കും. അതെന്താ? അങ്ങനത്തെ കാഴ്ചപ്പാടി കിടക്കുന്നത് കൊണ്ടാണ്. പക്ഷേ അന്ന് ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. ഞങ്ങളുടെ വീടുകളിലൊന്നും യേശുവിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ യേശുവിൽ വന്നപ്പോഴേ അറിയുന്നത് ഇത് ദൈവത്തിൻ്റെ ദാനമാണ്, ഇതൊരു അനുഗ്രഹമാണ്. വലിയ കാത്തിരിപ്പോടെ സന്തോഷത്തോടെയാണ്. ശരിയാണ്, അമ്മ കുഞ്ഞിനെ വയറ്റിലുള്ള ഒരു അമ്മ അവൾ പ്രസവിക്കുന്നതിന് മുമ്പ് വലിയ വേദനയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ആ വേദനയുടെ ഒടുവിൽ ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ, ഭയങ്കര ഒരു ആനന്ദമാണ്. ആ കുഞ്ഞിനെ കാണുമ്പം പിന്നെ ഒരിക്കലും ആ അമ്മ വേദനയെക്കുറിച്ച് ഓർക്കത്തേ ഇല്ല. വീണ്ടും എനിക്ക് തോന്നുന്നു ആ കുഞ്ഞിന് ഒരു വയസ്സാകുമ്പോഴത്തേക്ക് വീണ്ടും ഭയങ്കര ആഗ്രഹമാണ് അടുത്തൊരു കുഞ്ഞും കൂടെ ആകാൻ വേണ്ടി അല്ലേ. ആ വേദനയൊക്കെ ഓർത്താൽ അങ്ങനെയൊന്നും ഒരു കാര്യവുമില്ല. പക്ഷെ അതേപോലെ തന്നെ ദൈവവചനം പറയാ, നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങൾ വെയിറ്റ് പേഷ്യൻ്റ്ലി, ധൃതി വെക്കാതെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോട് നിങ്ങൾ എങ്ങനെയായിരിക്കേണ്ടത്? 27:14 സങ്കീർത്തനം പറയുന്നത്, ബി ബ്രേവ് ആൻഡ് കറേജിയസ്. നിങ്ങൾ ധൈര്യമുള്ളവരായിരിപ്പൻ. ഹല്ലേലൂയ. ബി ബ്രേവ്, ബി സ്ട്രോങ്, ബി കറേജിയസ്. ദൈവം നിങ്ങളുടെ വാഗ്ദത്തം തക്ക സമയത്ത് ചെയ്തു തരും. അത് ചെയ്തു തരാൻ വേണ്ടി നിങ്ങൾ ധൈര്യപൂർവ്വം ആയിരിപ്പൻ. എന്തിനാ ബ്രേവ് ആൻഡ് കറേജിയസ് എന്ന് പറയാൻ കാരണം? ഹല്ലേലൂയ. ഈ ബ്രേവ് ആൻഡ് കറേജിയസ് എന്ന് പറയാൻ കാരണം അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വഴിത്തിരിവ് കാണും, എന്തെങ്കിലും ഒരു പോക്കുവഴി കൊണ്ടുവന്ന് നമ്മൾ കാണും. പക്ഷെ ആ പോക്കുവഴിയിലൊക്കെ നമ്മൾ കയറിക്കഴിഞ്ഞാൽ ചിലപ്പം ആ പോക്കുവഴിയൊക്കെ നമ്മൾക്ക് നന്മ തരാനോ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാനോ അല്ലെങ്കിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ലഭിക്കാനോ ഉള്ള പോക്കുവഴികൾ ആയിരിക്കത്തില്ല. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം ജെനസിസ് ചാപ്റ്റർ 16 നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, വാഗ്ദത്തം ലഭിച്ച് നിനക്ക് തലമുറ ഉണ്ടാകും, നീ ഒരു ബഹുജാതികളുടെ പിതാവാകും എന്നൊക്കെ അബ്രഹാമിനോട് ദൈവം വാക്ക് പറഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. അവരിപ്പം കുഞ്ഞുണ്ടാവും, ഇപ്പം ദൈവം തരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാത്തിരിപ്പിൽ അവർ നിൽക്കുക. എന്നിട്ട് വചനം അവിടെ പറയുന്നു, ജെനസിസ് ചാപ്റ്റർ 16, ഹല്ലേലൂയ, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ വരി കിടപ്പുണ്ട്, ദിസ് ഹാപ്പൻഡ് 10 years after Abraham had settled in the land of Canaan. കാനാൻ ദേശത്ത് പോയി താമസം തുടങ്ങിക്കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് ഇനി ഈ 16-ാം അധ്യായത്തിനകത്ത് നടക്കുന്ന കുറേ സംഭവങ്ങൾ പറയുന്നത്. ഹല്ലേലൂയ. അപ്പം ഈ
എബ്രഹാമിന് വാഗ്ദത്തം ലഭിച്ച് എബ്രഹാം കാനാനിൽ താമസിക്കാൻ വന്നു. വാഗ്ദത്തങ്ങളെല്ലാം ലഭിച്ചു. എന്നിട്ട് 10 വർഷം കഴിയുമ്പം 10-11 നീണ്ട വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല. ദൈവം പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു? സാറ എന്ത് ചെയ്തു? സാറ പറഞ്ഞു, ശരി, എന്നാൽ എനിക്കിനിയും വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ദൈവം പറഞ്ഞില്ലേ നടക്കുമെന്ന്, പക്ഷേ എനിക്ക് വേണ്ട കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അബ്രാമിനോടല്ലേ പറഞ്ഞത് കുഞ്ഞുങ്ങളുണ്ടാവുന്നത്. അപ്പം സാറയുടെ വിശ്വാസം അവിടെ അല്പമായിപ്പോയി. സാറേ ഓർത്തു, അബ്രാമിനോടല്ലേ പറഞ്ഞത് കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന്. അപ്പം അബ്രാമിൻ്റെ വഴി എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളുണ്ടാവട്ടെ, എനിക്കോ ഉണ്ടാവുന്നില്ല, എന്നാൽ ഇനി എൻ്റെ വീട്ടിലുള്ള വേലക്കാരിക്കെങ്കിലും ഉണ്ടാവട്ടെ. അപ്പോൾ അബ്രാമിന് കുഞ്ഞിനെ കിട്ടിയതുപോലെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ദൈവം ആ വാഗ്ദത്തം പറഞ്ഞെങ്കിൽ ദൈവം അത് നിറവേറ്റാൻ മതിയായവനാണ്. ഞാൻ ഉറപ്പോടെ പറയാം, ഈ ബൈബിളിനകത്ത് കിടക്കുന്ന സകല വാഗ്ദത്തങ്ങളും ദൈവത്തിൻ്റെ വായും കൊണ്ട് പറഞ്ഞതാണ്. ഇത് നമ്മളോട് ദൈവവചനത്തിലൂടെ എന്തെങ്കിലും വാഗ്ദത്തം പറയുന്നുണ്ടോ? കർത്താവ് വാക്ക് പറയുന്നുണ്ടോ? കർത്താവ് അത് നിറവേറ്റാൻ മതിയായവനാ. ദൈവം ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ദൈവം അതിന് വേണ്ട റിസോഴ്സസ് എല്ലാം നമുക്ക് തരും. ഹല്ലിയ, ദൈവമാണ് ഉറവ്, ഹീസ് ദ സോഴ്സ്. ഹല്ലിയ, അതിൽ നിന്ന് വരുന്നതെല്ലാം കർത്താവ് നമുക്ക് ഒരുക്കി തരും. സ്തോത്രം. കർത്താവ് ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തക്ക സമയത്ത് അത് നടത്തിത്തരും. പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മൾ വിശ്വാസം കെട്ടുപോകും. അല്ലെങ്കിൽ കർത്താവിനോട് പറയും, കർത്താവെ എത്ര നാളായി ഇത് ഇങ്ങനെ, ഞാൻ ഇനി അതിൻ്റെ മേൽ പ്രാർത്ഥിക്കുന്നില്ല, ഇനിയും വേണ്ട, പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഇനി ഞാനിത് പ്രാർത്ഥിക്കുന്നില്ല, ഞാനിത് അടച്ച് ഞാൻ വെച്ചേക്കാം, ഇനി ഞാനിത് ചിന്തിക്കുന്നു പോലുമില്ല. എന്നിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പറയും, ഞാൻ എനിക്ക് തന്നിരിക്കുന്ന ബുദ്ധിയിൽ ഞാനൊന്ന് ചെയ്യട്ടെ, ഞാനൊന്ന് നോക്കട്ടെ, എനിക്കിത് ചെയ്യാൻ പറ്റുമോ. എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് കുറേ സ്റ്റെപ്സ് എടുക്കും, നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. എന്നിട്ട് നമ്മൾ പറയും, ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറയും. വെറുതെയാണ്. നമ്മൾ ചിലതിനെയൊക്കെ സ്പീഡപ്പ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ നോക്കും, ഞങ്ങളൊന്ന് സ്പീഡപ്പ് ചെയ്യട്ടെ, ഞങ്ങളൊന്ന് ദൈവം പറഞ്ഞതല്ലേ, എങ്ങനെയെങ്കിലും ഞങ്ങളതൊന്ന് നടത്തിയെടുക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ സ്പീഡപ്പ് ചെയ്യും. പക്ഷേ സംഭവിക്കുന്ന അതൊന്നും നന്മയ്ക്കായി തീരത്തില്ല. സാറ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ, എൻ്റെ വീട്ടിൽ ഞാനൊന്ന് നോക്കട്ടെ, ദൈവം പറഞ്ഞതൊന്ന് നിറവേറുമോ എന്ന്. എന്നിട്ട് സാറ സ്വന്തമായിട്ട് തീരുമാനമെടുത്തു. സാറ അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാം തലകുലുക്കി. അബ്രഹാം പറഞ്ഞു, ഓക്കെ, ശരി. അവർക്ക് അവിടെ ഒരു കുഞ്ഞുണ്ടാകാനായിട്ട് അപ്പം എന്ത് സംഭവിച്ചു? വേലക്കാരിയായ ഹാഗറിനകത്ത് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പം അവിടെ നമ്മൾ കാണുന്നു, ഒരാളൊരു തെറ്റായ തീരുമാനം അല്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന പ്രോസസ്സ് നമ്മളൊന്ന് സ്പീഡപ്പ് ചെയ്യാൻ നമ്മളുടെ മനുഷ്യബുദ്ധിക്കകത്ത് നമ്മൾ ശ്രമിച്ചാൽ, ഹല്ലേലൂയ, പലതും നിരാശയ്ക്കകത്ത് തീരുന്ന കാണാൻ സാധിക്കും. സാറ എടുത്ത തീരുമാനം കൊണ്ട് ആ വീട് ഒരു സ്വസ്ഥതയില്ലാത്ത ഒരിടം ആയി തീർന്നു. പലവരും വേദനിക്കുന്ന ഒരിടമായി തീർന്നു. ഹാഗർ വേദനിച്ചു, സാറ വേദനിച്ചു, അബ്രഹാം വേദനിച്ചു. അവിടെ നന്മയ്ക്ക് പകരം അവിടെ തിന്മയുണ്ടായി. അപ്പോൾ നമ്മൾ ജീവിതത്തിനകത്തൊക്കെ നോക്കുമ്പം ഇന്ന് നമ്മൾ കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, അങ്ങ് എന്നോട് പല വാഗ്ദത്തങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് അതിനെയൊക്കെ വേഗത്തിൽ നിറവേറ്റാൻ വേണ്ടി ഞാൻ എവിടെയെങ്കിലുമൊക്കെ സ്റ്റെപ്പ് എടുത്തെങ്കിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അങ്ങയോടൊപ്പം ഇരിക്കുന്നതിന് പകരം, കാത്തിരിക്കുന്നതിന് പകരം ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് കുറേ കാര്യങ്ങൾ ചെയ്തോ, എന്നാൽ ഉറപ്പായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ ആ മേഖലകളിൽ സമാധാനക്കേട്, ജീവിതങ്ങൾ വേദനിക്കുന്നത്, ബന്ധങ്ങൾ ഒലയുന്നത്, സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകുന്നത്, ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നത്, സമയം നഷ്ടപ്പെട്ടു പോകുന്നത്, സമാധാനമില്ലാതായി പോകുന്നത് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാകും. ഇന്നവിടെ ഒറ്റ കാര്യം ചെയ്താൽ മതി, കർത്താവേ എന്നോട് ക്ഷമിക്കണം. കർത്താവിനോടൊന്ന് ഏറ്റുപറയണം, ഞാൻ നിൻ്റെ സമയത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാതെ പോയതിന് എന്നോടൊന്ന് ക്ഷമിക്കണം. കർത്താവെ, ഞാൻ മടങ്ങി വരുക. എൻ്റെ ജീവിതത്തിൽ അങ്ങ് പറഞ്ഞ വാഗ്ദത്തങ്ങളൊന്നും വെറുതെയായി പോകത്തില്ല എന്നെനിക്കറിയാം. ഇനിയെങ്കിലും ഈ ദിവസങ്ങളിൽ കർത്താവെ എന്നോട് ഇടപെടണം, എനിക്കത് കാണണം. ഹല്ലേലൂയ, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. വാഗ്ദത്തങ്ങൾ ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ അതിന് വേണ്ട വിശ്വാസത്തിലുള്ള ചില സ്റ്റെപ്പുകൾ എടുക്കുക. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് അങ്ങ് നിറവേറട്ടെ, ഞങ്ങളതങ്ങ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കല്ലേ. ഹല്ലേലൂയ.
ഇവിടെ നമ്മൾ കാണുന്നു ഇവരുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. എന്നിട്ട് 15-ാം വാക്യം വരുമ്പോൾ നമ്മൾ കാണുന്നു എബ്രഹാമിന് ഹാഗറിലൂടെ ഒരു മകൻ ജനിച്ചു. വചനം പറയുന്നു 16-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 16:16, ജെനസിസ് 16 വേഴ്സ് നമ്പർ 16. Abraham was 86 years old when Ishmael was born. 75 വയസ്സിൽ ദൈവം വിളിച്ചിറക്കിയ അബ്രഹാമിന്, വാഗ്ദത്തം കൊടുത്ത അബ്രഹാമിന് 86 വയസ്സായപ്പം സാറയിലൂടെ അല്ല കുഞ്ഞ് ജനിച്ചത്, വാഗ്ദത്ത സന്തതി അല്ല ജനിച്ചത്. ഒരു കുഞ്ഞ് ജനിച്ചു, പക്ഷെ വാഗ്ദത്ത സന്തതി അല്ല. ഹല്ലേലൂയ. അബ്രഹാമിന് വാഗ്ദത്തം ലഭിച്ച് 11 വർഷം കഴിഞ്ഞപ്പം വാഗ്ദത്തമല്ലാത്ത ഒരു കുഞ്ഞ് ജനിച്ചു. എന്നിട്ട് 17-ാം അധ്യായം 1-ാം വാക്യത്തിനകത്ത് വചനം പറയുന്നു, when Abraham was 99 years old the Lord appeared to Abraham. അപ്പം വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 13 വർഷം കഴിഞ്ഞ പിന്നെ ദൈവം ഇടപെടുന്നത്. അവിടെ ദൈവം ഇടപെടുമ്പോൾ നമ്മൾ അടുത്ത വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, 3, 4, 5 ആ വാക്യങ്ങൾക്കകത്ത് നമ്മൾ വായിക്കുന്നു, ദൈവം ഇവരെ മറന്നില്ല. ദൈവം ആ വാഗ്ദത്തം പറഞ്ഞതുകൊണ്ട് ദൈവം അത് നിറവേറ്റും. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്തു? ഇനിയും ഈ അവസ്ഥയിൽ അവരിരുന്നാൽ അവരുടെ വാഗ്ദത്തം ഇനിയും വൈകിപ്പോവും. ദൈവം എന്ത് ചെയ്തു? ദൈവം ഇറങ്ങി വന്നിട്ട് ഇവരെ വിളിച്ചിട്ട് ദൈവം അബ്രഹാമിൻ്റെയും സാറയുടെയും പേര് മാറ്റിയിട്ട് ദൈവം വീണ്ടും അബ്രഹാമുമായിട്ടുള്ള ഉടമ്പടിയെ പുതുക്കി. സ്തോത്രം. അപ്പം ദൈവം കണ്ടോ, ദൈവത്തിന് ഇവരെ അനുഗ്രഹിക്കണം. ഇവരെ ആയിരുന്ന അവസ്ഥയിൽ ഇവരെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? 13 വർഷക്കാലത്തേക്ക് അബ്രഹാമും ദൈവവും തമ്മിൽ എനിക്ക് തോന്നുന്നു ഒരു സംഭാഷണവും ഇല്ലായിരുന്നായിരിക്കും. അതാണ് ആ 13 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ കിടന്നപ്പോൾ ഹല്ലേലൂയ ദൈവം പിന്നെ വന്നിട്ട് അബ്രാം എന്നുള്ള പേര് മാറ്റി അബ്രഹാം എന്നാക്കി. ഹല്ലേലൂയ. വാഗ്ദത്തത്തിൻ്റെ ഒരു അടയാളം അബ്രഹാമിന് കൊടുത്തു. അബ്രഹാം എന്ന് പറഞ്ഞാൽ ബഹുജാതികളുടെ പിതാവ് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പിതാവ് എന്ന് പേരിട്ടിട്ട് സാറയുടെ പേര് സാറായി എന്നുള്ളത് സാറ എന്നാക്കി. അപ്പം കണ്ടോ, അവരെ പുതിയ സൃഷ്ടികളാക്കിയിട്ട് ദൈവം അവരെ വാഗ്ദത്തത്തിനകത്തേക്ക് കയറ്റി അയച്ചു. ഹല്ലേലൂയ. അവരോട് ഇടപെട്ടു, വാഗ്ദത്തം പുതുക്കി. നമ്മൾ കാണുന്നു അടുത്ത അധ്യായങ്ങളിൽ നമ്മൾ ഇവർക്ക് വാഗ്ദത്തമായ ഇസഹാക്ക് ജനിച്ചു. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയട്ടെ, എവിടെയെങ്കിലുമൊക്കെ കർത്താവ് പറഞ്ഞ വാഗ്ദത്തമൊക്കെ നിസ്സാരമായി കണ്ടോ? അതൊക്കെ അത് അതിൻ്റെ സമയത്ത് നടക്കട്ടെ, അല്ലെങ്കിൽ അതിന് വേണ്ട പ്രാധാന്യം കൊടുത്തില്ലയോ? നമ്മളൊരു വാഗ്ദത്തം കേട്ടാൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് നമ്മൾ ക്ഷമയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കാൻ. കർത്താവെ, ഞാൻ അനുഗ്രഹിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ അങ്ങ് പറഞ്ഞ വാക്കുകൾ നിറവേറും, എനിക്കറിയാം അത് നടക്കും. അതിന് ഓരോ ദിവസവും അതിനെ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥനയോടെ നമ്മൾക്ക് ആ വാഗ്ദത്തങ്ങളുടെ മേൽ നമ്മുടെ പരിശുദ്ധാത്മാവിനെ അതിൻ്റെ മേൽ പറഞ്ഞു വിടാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഹല്ലേലൂയ. അല്ലാതെ എവിടെയെങ്കിലും ഇരുന്ന് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനല്ല. ഇന്ന് എവിടെയെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്തിട്ട് സാമ്പത്തികം, ആരോഗ്യം, ബന്ധങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടെങ്കിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ, ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുക എൻ്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി. എന്നോട് ക്ഷമിക്കണം, ഞാൻ അവിടെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചിലത് ചെയ്തു, പക്ഷേ എൻ്റെ ജീവിതത്തിനകത്ത് ആ വാഗ്ദത്തങ്ങൾ വെളിപ്പെടണം. ഞാൻ വലിയ ധൈര്യത്തോടെ, ഞാൻ വലിയ ക്ഷമയോടെ, ഞാൻ വലിയ കാത്തിരിപ്പോടെ അങ്ങയുടെ സന്നിധിയിൽ വരിക. ഹല്ലേലൂയ. അബ്രാമിനെ പുതിയ സൃഷ്ടിയാക്കി എടുത്തു കഴിഞ്ഞിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ടൈമിങ്ങിന് വേണ്ടി കാത്തിരുന്നില്ല എങ്കിൽ ക്ഷമ പറഞ്ഞ് വീണ്ടും കർത്താവിനോട് പറയണം, കർത്താവേ, ഐ ആം റെഡി, ഞാൻ റെഡിയാണ്, ഞാൻ പേഷ്യൻ്റായിട്ട് ഞാൻ കാത്തിരിക്കാം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാഗ്ദത്തം അതിൻ്റെ തക്ക സമയത്ത് നടക്കും എന്ന് എനിക്കറിയാം. ആത്മീയ ശരീരങ്ങളെക്കുറിച്ചും ആത്മീയ ദർശനങ്ങളെക്കുറിച്ചും ആ റോമറുടെ ലേഖനം 8-ാം അധ്യായം 24-25 വാക്യങ്ങൾ പറയുന്നത്. പക്ഷേ റോമറുടെ 8:25 റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 25 ഹല്ലേലൂയ ഒരു വാക്യം ഇങ്ങനെ കിടപ്പുണ്ട്. ശരിക്കും അത് നമ്മൾ
തേജസ്കരിക്കപ്പെടുമ്പോൾ നമ്മളുടെ പുതിയ ശരീരങ്ങളെക്കുറിച്ച് ശരിക്കും 22, 23, 24 ഒക്കെ പറയുന്നത്. പക്ഷേ അതിനകത്ത് 25-നകത്തൊരു വാക്യം കിടപ്പുണ്ട്. ഇങ്ങനെയാണ് കിടക്കുന്നത്: ബട്ട് ഇഫ് വി ലുക്ക് ഫോർവേഡ് ടു സംതിങ് വി ഡോണ്ട് യെറ്റ് ഹാവ് വി മസ്റ്റ് വെയിറ്റ് പേഷ്യൻ്റ്ലി ആൻഡ് കോൺഫിഡൻ്റ്ലി. വായിച്ചേ റോമർ 8:25. നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിൽ അതിനായി ക്ഷമയോടെ കാത്തിരിക്കണം. കണ്ടോ, എന്തിനാ ക്ഷമയോടെ കാത്തിരിക്കണം? അല്ലേ? അപ്പം ശരിക്കും അത് നമ്മുടെ മരണമില്ലാത്ത ശരീരങ്ങളെക്കുറിച്ച് 23-ാം വാക്യം 24-ാം വാക്യമൊക്കെ പറയുന്നത്. 24-ാം വാക്യം പറയുന്നത് നമുക്ക് ഓൾറെഡി എന്തെങ്കിലും നമുക്ക് ലഭിച്ചുവെങ്കിൽ പിന്നെ നമ്മൾക്ക് അതിനു വേണ്ടി കാത്തിരിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് 25-നകത്ത് വരുന്നത്. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം. എന്തിനാണ് കാത്തിരിക്കുന്നത്? നമ്മൾ തേജസ്കരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്, ആത്മീയ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മളത് നമ്മുടെ ജീവിതങ്ങൾക്കകത്ത് എടുത്തു നോക്കിയാൽ കർത്താവിൻ്റെ ആ ഒറ്റ വചനം റോമർ 8:25 നമുക്ക് എന്തെങ്കിലും ലഭിച്ചില്ല എങ്കിൽ നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ട് അതിനു വേണ്ടി കാത്തിരിക്കാൻ. ഒരു കുഞ്ഞ് വയറ്റിൽ ജനിച്ചിട്ട് ആ കുഞ്ഞ് 3-ാം മാസം തൊട്ട് ആ കുഞ്ഞിങ് ഇറങ്ങി വരട്ടെ, എനിക്ക് ആ കുഞ്ഞിനെ കയ്യിലെടുക്കണം, എനിക്കതിനെ താലോലിക്കണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ കുഞ്ഞ് ജീവനുള്ള കുഞ്ഞായിരിക്കത്തില്ല, പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞായിരിക്കത്തില്ല. അതിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകും അല്ലേ? അതിനെ നമുക്ക് സന്തോഷത്തോടെ അനുഭവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പക്ഷേ ആ കുഞ്ഞ് ജനിക്കാൻ 10 മാസം പൂർണ്ണതയോടെ ജനിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥനയോടെ, ദൈവത്തിനെ അറിഞ്ഞവരാണെങ്കിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കും. അവരതിനെ അനുഗ്രഹിക്കും, കാത്തിരിക്കും, സന്തോഷത്തോടെ അതിനു വേണ്ടിയിരിക്കും. ആ 10 മാസം കഴിയുമ്പം ജനിക്കുന്ന കുഞ്ഞ് പൂർണ്ണ വളർച്ചയുള്ളത്, ആരോഗ്യമുള്ളത്, നമുക്കതിനെ ലോകത്തിൽ കാണിക്കാൻ പറ്റുന്നത്, നമുക്കതിനെയും കൊണ്ട് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞായിരിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ വാഗ്ദത്തങ്ങളും. നമ്മളതിനു വേണ്ടി പ്രാർത്ഥനയോടെ, വചനം അവിടെ പറയുന്നത് കോൺഫിഡൻ്റ്ലി, ധൈര്യത്തോടെ. എന്തിനാ ധൈര്യം ഉണ്ടാവേണ്ടത്? അത് നടക്കും എന്നുള്ള ഉറപ്പാണ് നമ്മുടെ ധൈര്യം. ദൈവം എന്നോട് പറഞ്ഞത് എത്ര കാലങ്ങൾ മാറിപ്പോയാലും അത് നടക്കും, നിശ്ചയം. ഇതാണ് നമ്മുടെ ധൈര്യം. എന്നിട്ട് സങ്കീർത്തനം 27:14 പറഞ്ഞു, ബി ബ്രേവ് ആൻഡ് കറേജിയസ്. കണ്ടോ, സാറയ്ക്ക് ഇച്ചിരി ധൈര്യം വേണമായിരുന്നു. ഇന്ന് വാഗ്ദത്തം ലഭിക്കുന്നവർക്കൊക്കെ ധൈര്യം ഉണ്ടാവണം. കർത്താവെ, നീ പറഞ്ഞ ആ വാഗ്ദത്തം എത്ര പ്രതിസന്ധി വന്നാലും ഞാൻ മുന്നേറും, എൻ്റെ വാഗ്ദത്തം ഞാൻ അതും കൊണ്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. ബി ബ്രേവ് എന്ന് പറഞ്ഞ് ഞാൻ ധൈര്യത്തോടെ ഇരിക്കും, ഞാൻ ശക്തിയോടെ ഇരിക്കും, ഞാൻ ക്ഷമയോടെ കാത്തിരിക്കും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാഗ്ദത്തം എൻ്റെ കയ്യിൽ വരുന്നത് ഞാൻ കാണും, ഞാനത് അനുഭവിക്കും. ഞാനിന്ന് പറയട്ടെ, എവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പല നാൾ പ്രാർത്ഥിച്ചിട്ട് ഒന്നും ലഭിച്ചില്ല. ഇനി ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പ്രാർത്ഥിക്കാം, ഇനി ഞാനത് മാറ്റി എൻ്റെ സുഖത്തിന് ഞാൻ പ്രാർത്ഥിക്കാം. സാരില്ല, അത് നടക്കത്തില്ല. പോട്ടെ, ഇത്രയായില്ല, ഇനി എവിടെ നടക്കാനാ? സ്വന്തമായിട്ട് നമ്മൾ പറയുക, ചിലരോട് കർത്താവ് ചില ദേശങ്ങളിൽ ചെല്ലുമെന്നുള്ള വാഗ്ദത്തമുണ്ട്. പക്ഷേ സ്വന്തമായിട്ട് പറയുമോ, ഇനിയിപ്പം പോയിട്ട് കാര്യമൊന്നുമില്ല, ഇനി അവിടത്തേക്കാളും നല്ലത് സുഖം, ഇവിടെയൊക്കെ ഞങ്ങൾ നിൽക്കുന്നതാ. അതാണ് കോംപ്രമൈസ് എന്ന് പറയുന്നത്. പിശാചിന് അത്രയൊന്ന് കണ്ടാൽ മതി, കോംപ്രമൈസ് ആകുന്നതൊന്ന് കണ്ടാൽ മതി. കോംപ്രമൈസ് കഴിഞ്ഞാൽ നമ്മളുടെ മേൽ കിടക്കുന്ന ആ പദ്ധതി ഒന്നും നടക്കാതിരിക്കുമല്ലോ. കോംപ്രമൈസ് ചെയ്യല്ലേ. കർത്താവ് എന്ത് പറഞ്ഞോ അത് വള്ളി പുള്ളി മാറ്റമില്ലാതെ എൻ്റെ ജീവിതത്തിൽ നടക്കും. ഞാൻ അതിൻ്റെ മേൽ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ച് ധൈര്യത്തോടെ ഞാൻ മുന്നേറി, ഞാൻ ഇടവും വലവും ചലിക്കാതെ ദൈവം പറഞ്ഞത് ഫോക്കസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ച് ജയമെടുക്കും. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. ഇനി വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് നിറവേറാതെ കിടക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ജീവനുണ്ടാകട്ടെ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ ലഭിക്കാൻ വേണ്ടി ധൈര്യത്തോടെയും ശക്തിയോടെയും ക്ഷമയോടെയും പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഓരോരുത്തരെയും പഠിപ്പിച്ചെടുക്കുന്നതിനായി സ്തോത്രം. ബലപ്പെടുത്തണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. കർത്താവിന് മഹത്വം.